നക്ഷത്രങ്ങൾ പറയുന്നത് നിങ്ങൾക്കായി. ദിനഫലം മുതൽ ദോഷപരിഹാരങ്ങൾ വരെ സത്യസന്ധമായ ജ്യോതിഷ വിസ്തരണം ഇവിടെ തുടങ്ങുന്നു. വിവാഹം വൈകുന്നതിനും തടസ്സപ്പെടുന്നതിനും സാധ്യത കൂടുതലുള്ള പ്രത്യേക നക്ഷത്രങ്ങൾ കേരള ജ്യോതിഷം അനുസരിച്ച് മലയാളത്തിൽ വിശദമായി. വിവാഹം വൈകുന്ന തടസ്സപ്പെടുന്ന പ്രത്യേക നക്ഷത്രങ്ങൾ കേരള ജ്യോതിഷം അനുസരിച്ച്. 1. ചിത്തിര. മനസ്സിന് പലപ്പോഴും ഇരട്ടി ചിന്തയും ദുർനിർണയവും. സ്നേഹബന്ധങ്ങളിൽ അമിതവിശ്വാസം കൊണ്ടുള്ള തകരാറുകൾ. വിവാഹയോഗം വൈകാനുള്ള സാധ്യതയുള്ള നക്ഷത്രമാണ്. 2. മൂലം. മനോവൈകല്യങ്ങൾ, താൽപര്യങ്ങൾ സ്ഥിരതയില്ലായ്മ, കുടുംബബന്ധങ്ങൾ നിലനിൽക്കാൻ ബുദ്ധിമുട്ട്, വിവാഹം വൈകാനോ മുടങ്ങാനോ സാധ്യത. 3. ആയില്യം. നാഗദോഷത്തിന് സാധ്യത, രാഹുകേതു പ്രഭാവം, ദാമ്പത്യത്തിൽ വിഷം പോലെ പടർന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, സന്താനമില്ലായ്മ വരെ എത്താം. ന്യൂ മൂൺ 4. ആത്മാഭിമാനം കൂടുതലായിരിക്കും. ബന്ധങ്ങൾക്ക് തയ്യാറാവാൻ വൈകി ചിന്തിക്കുന്നു. സുന്ദരമായ ബന്ധങ്ങൾ ഉണ്ടാകാൻ വൈകും. വിവാഹം വൈകാൻ സാധ്യത. Trident emblem 5. അനിഴം. ചാന്ദ്രശക്തിയിൽ കുറവ്, ആത്മസംശയം, ധൈര്യക്കുറവ്, ഭയങ്ങൾ, വ്യാജബന്ധങ്ങളിൽ ഇണങ്ങി വൈകിയ വിവാഹം. 6. ഉത്രിട്ടാതി. വൈകാരികമായ അസന്തുലിതത്വം, പ്രായോഗികതയുടെ കുറവ്, ജീവിതം ഏകാന്തതയിലേക്ക് പോകുന്ന വിധത്തിൽ വിവാഹം വൈകും. 7. പൂരം. സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്നവർ, അവയിലൂടെയുള്ള മനമാറ്റം, കാര്യശേഷിയില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെടൽ, ഇഷ്ടവിവാഹം ബന്ധം വൈകാം. 8. തൃകേട്ട്. ശക്തമായ രാഹുവിന്റെ കേതുവിന്റെ സ്വാധീനം, സ്ത്രീകളിൽ അപാരമായ വ്യക്തിത്വം, പക്ഷേ ബന്ധങ്ങളിൽ തർക്കം, വിവാഹം വൈകുന്നു അല്ലെങ്കിൽ മുടയുന്നു. 9. കാർത്തിക്. അതിജീവന താത്പര്യവും ആത്മനിഗ്രഹവും, വിവാഹം മാറിയെന്നോ മുടങ്ങിയെന്നോ അനുഭവപ്പെടാം. ചന്ദ്രൻ കൃതികയിൽ ഉണ്ടെങ്കിൽ സ്ത്രീ ജീവിതത്തിൽ വൈകിയ വിവാഹം. 10. രേവതി. കലാപരമായ ആധ്യാത്മികതയിലേക്ക് തിരിയുന്ന പ്രവണത, പരസ്പര സഹകരണത്തിൽ കുറവ്, പ്രായമായാലും ബന്ധം കിട്ടാതെ പോകാം. ഈ നക്ഷത്രക്കാർ എന്ത് ചെയ്യണം? പരിഹാരമാർഗങ്ങൾ. 1. ശിവപാർവതി പൂജ. ഉമാമഹേശ്വര ആർച്ചന. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ 21 വെള്ളരിക്കയും വിളക്കും സമർപ്പിക്കും. 2. നാഗദോഷ പരിഹാര പൂജ. മന്നാർശാല, കറുകപാറ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നാഗപ്രതിഷ്ഠ. വിശേഷം അശല, മൂലം, അനിരം, ജ്യേഷ്ഠ, കൃതി. 3. ശുക്രഗുരുശാന്തി. വ്യാഴാഴ്ച കൃഷ്ണ അമ്പലത്തിൽ പോകൂ. 4. ശുഭയോഗ നാൾ നോക്കി വിവാഹ നിശ്ചയം. പുണ്യതിഥികളിൽ മാത്രം തീരുമാനമെടുക്കുക. സർവാർത്ഥ സിദ്ധി, അമൃതയോഗം. 5. കണ്ണുനോക്കിലും പൊരുത്തത്തിൽ ശ്രദ്ധിക്കൂ. ദശാഠ് ഭുക്തി, നക്ഷത്ര ഭാവ പൊരുത്തം. ദോഷം ഇല്ലാത്തവരുമായി വിവാഹം കഴിക്കൂ. ഓർമ്മപ്പെടുത്തൽ: നക്ഷത്രം ഒറ്റയ്ക്ക് വിവാഹതടസ്സം ഉണ്ടാക്കില്ല. ജാതകത്തിലെ 7-ാം ഭാവം, ശുക്രൻ, ചൊവ്വ, രാഹു, ശനി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനങ്ങൾ നോക്കേണ്ടതാണ്.